ശരിയാണ്, ഞാൻ ഇദ്ദേഹത്തിന്റെ ശരീരം കാംക്ഷിച്ചു പോയിട്ടുണ്ട്, നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? എന്നാൽ നിങ്ങളെപ്പോലെ പെണ്ണുങ്ങളെ കൈ മുറിക്കുകയോ കാല് മുറിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാനാണോ നല്ലവൾ, അതല്ല നിങ്ങളാണോ? പറയൂ. നിങ്ങൾ പെണ്ണുങ്ങളെ മൂത്തുക്കിയായിട്ട് പറയാൻ തുടങ്ങി. നിങ്ങൾ എന്റെ പേരിൽ കുറെ കാലമായല്ലോ പറഞ്ഞെടുക്കണ്. നിങ്ങൾ കണ്ടപ്പോഴേക്ക് എന്താ നിങ്ങൾക്കൊക്കെ സംഭവിച്ചത്? പലരും ഹയല് വന്നുപോയി, വേറെ ചിലർ കൈ മുറിഞ്ഞുപോയി, കുറെ ആൾക്കാർ മരിച്ചു വീണുപോയി. ഞാൻ ഇത്രയും കാലമായിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ആരാ ഉഷാർ? നിങ്ങൾ പറ. ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു, ശരിയാണ്, തുറന്നങ്ങ് പറയാ, ഇനി ഒളിച്ചു വെക്കാനൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് അദ്ദേഹം വിസമ്മതിച്ചു, വിലങ്ങി നിന്നു. എന്റെ താല്പര്യത്തിന് അദ്ദേഹം വഴങ്ങിയിട്ടില്ല. ഞാൻ ഇദ്ദേഹത്തെ സ്നേഹിച്ചു പോയതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. എന്നിട്ടതാ ഈ പെൺകുട്ടി ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്, സുലൈഖ, ഇനി നിങ്ങളെ സാക്ഷിയാക്കി ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കാൻ യൂസുഫ് സന്നദ്ധനല്ലെങ്കിൽ യൂസുഫിനെ ഞാൻ ജയിലിൽ കൊണ്ടുപോയി പാർപ്പിക്കും. വലയകൂനം മിനസ്സാഗിരീൻ, കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളൊക്കെ വിട്ട് വളരെ നിന്ദ്യനായി അവൻ താമസിക്കേണ്ടി വരും. ഇതെന്റെ തീരുമാനമാണെന്ന് പെണ്ണുങ്ങളെ സാക്ഷിയാക്കി സലീഹ പരിസരബോധം മറന്ന് തീരുമാനമെടുക്കുകയാണ്. യൂസുഫ് അലൈഹിസ്സലാമിന് ഇനിയും സന്തോഷത്തിന്റെ ദിനങ്ങളല്ല വരാനുള്ളത്. സുബ്ഹാനല്ലാഹ്, നേരത്തെ ഒരൊറ്റ പെണ്ണാണ്. ആ പെണ്ണ് മറ്റുള്ളവര് കാണാതെ എന്തെങ്കിലും കുതന്ത്രൊപ്പിക്കാനാ ശ്രമിച്ചത്. ഇനി ആകെ മുങ്ങിയാൽ കുളിരു മാറി. ഇനി ഈ പെണ്ണിന് പേടിയില്ല, വശതാകേണ്ടതൊക്കെ ആയി. ഇനി പരസ്യമായി തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് തന്റെ നേർക്ക് വരുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് അതാ മഹാനവറുകൾ പേടിച്ച് വിറക്കുകയാണ്. അപ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ചുകൂടി യൂസുഫ് നബി സ്വല്ലല്ലാഹു വസ്സലാമിനെ വിളിച്ചു. അവരെ വക ഒരു ഉപദേശം, എന്തിനാ എല്ലാ സൗകര്യം ഇവിടെ? എത്ര കാലായി നിന്റെ യജമാനത്തി ആഗ്രഹം എന്നോട് പറയുന്നു, ഇതൊക്കെ ഇങ്ങനൊക്കെ ചെയ്യേണ്ട സംഗതിയാണ്, ഒന്ന് സഹകരിച്ചു കൊടുത്തൂടെ എന്ന് വെച്ച് ബാക്കിയുള്ള പെണ്ണുങ്ങളെ വക സപ്പോർട്ട് കേൾക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്ത്രീകൾ മുഴുവനും സലീഹക്ക് വേണ്ടി മഹാനവറുകളോട് ശുപാർശ പറയുന്നു. ആ സമയത്താണ് മഹാൻ രാത്രി നേരത്ത് തഹജ്ജുദ് നിസ്കരിച്ചിരുന്നുകൊണ്ട് അള്ളാഹുവോടൊരു ദുആ നടത്തുന്നു. പടച്ചവനെ, ഖാല റബ്ബിസ്സുജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി. ആ പെണ്ണു പറഞ്ഞല്ലോ, പടച്ചവനെ എന്നെ ജയിലിലടക്കും. ആയിക്കോട്ടെ റബ്ബേ, റബ്ബിസ്സുജ്നു അഹബ്ബു ഇലയ്യ, എനിക്ക് ജയിലിൽ പോകാനാണ് കൂടുതൽ താല്പര്യം. മിമ്മാ യദ്ഊനനി ഇലൈഹി. ആ സ്ത്രീകളെല്ലാം കൂടി എന്നെ വിളിക്കുന്ന ആ ദുശ്ചെയ്തിയേക്കാൾ എനിക്ക് ഇഷ്ടമായി തോന്നുന്നത് ജയിലിൽ പോയി പീഡനം അനുഭവിക്കാനും തടവ് അനുഭവിക്കാനുമാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് എന്നെ നീ തന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇനി പെണ്ണുങ്ങളെല്ലാം സംഘടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവരെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിനക്കല്ലാതെ കഴിയില്ല. വഇല്ലാ തസ്രിഫി അന്നി കൈദഹുന്ന, ഇവരുടെ ഈ കുതന്ത്രത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അസുബു ഇലൈഹിൻ, ഞാൻ അവരുടെ താല്പര്യത്തിനെങ്ങാനും പെട്ടുപോയെങ്കിലോ അല്ലാഹ്, വാക്കും മിനൽ ജാഹിലീൻ, ദുർബല നിമിഷത്തിൽ ഞാൻ എന്തെങ്കിലും വിവരക്കേട് ചെയ്തു പോയെങ്കിലോ. അതുകൊണ്ട് ജയിലാണെങ്കിൽ ജയില്, നീ എന്നെ ഈ സ്ത്രീകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ റഹ്മാനേ എന്ന് അള്ളാനെ വിളിച്ചു പാതിര നേരത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, തിന്മകളിൽ ചിലപ്പം പെട്ടുപോകാറുണ്ട്. ഒരു തെറ്റ് ഒരിക്കൽ സംഭവിച്ചാൽ അത് ആവർത്തിക്കപ്പെടുന്ന സമയത്ത് മറകളൊക്കെ പോയി. ലജ്ജ എന്ന് പറയുന്ന ഒരു വലിയ മറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ മറയങ്ങ് പൊളിയുന്നതോടുകൂടി മനുഷ്യന്റെ ഈമാന്റെ നല്ലൊരു ഭാഗം പോയി. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത്, അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, നാണം അത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. പിന്നീട് ആനുകൂല സാഹചര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. തെറ്റുകൾ ആവർത്തിക്കപ്പെടും. ഇങ്ങനെ തിന്മകളിലേക്ക് അകപ്പെട്ടു പോകുന്നവരൊക്കെ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, പടച്ചവനെ ഒന്ന് രക്ഷപ്പെടുത്ത്, എന്നെ ഈ നാട്ടിൽ നിന്നൊന്ന് കരകയറ്റ്. അത് ജയിലാണെങ്കിൽ ജയില്, വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അങ്ങനെ, ഈ അകപ്പെട്ടു പോയ തിന്മയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് അള്ളാഹിനോട് പറയണം. ഈമാൻ ഉള്ള കൽബുള്ള ആളുകൾ അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ.
അല്ലാഹ് പറയുന്നു ഫസ്തജാബ ലഹു റബ്ബുഹു ഫസറഫ അൻഹു കൈദഹുന്ന ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ഈ സ്ത്രീകളുടെ ചതിയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? അത് അല്ലാഹ് തന്നെ പറയുന്നു, സുമ്മ ബദാലഹും മിൻ ബഅദി മാ റഅഉൽ ആയാതി ലയസ്ജുനന്നഹു ഹത്താ ഹീൻ. പിന്നീട് ഖത്ഫീർ എന്ന അസീസ് മന്ത്രിക്കും തന്റെ കൂട്ടുകാർക്കും ബോധ്യമായി നല്ലതെന്താണ്? യൂസുഫിനെ ജയിലിലടക്കലാണ്. അതിന് അവര് ചിന്തിച്ച പല കാരണങ്ങൾ എന്താ? അവർ ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോൾ എന്ന് പറഞ്ഞു. ഒന്ന്, കുപ്പായം പിൻവശത്ത് കീറി എന്നതുകൊണ്ട് യൂസുഫ് നിരപരാധിയാണ്. കുട്ടി സാക്ഷി പറഞ്ഞത് നിരവാദിത്വം തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനം പെണ്ണുങ്ങളെ കൈമുറിഞ്ഞതും യൂസുഫ് അലൈഹി സ്വലാം നിരപരാധിയാണെന്നതിന് തെളിവാണ്. സലീഹ തന്നെ കുറ്റമേറ്റു പറഞ്ഞതും തെളിവാണ്. ഈ തെളിവുകളൊക്കെ വെച്ചുകൊണ്ട് ഇവര് തീരുമാനിച്ചു, ഇനി നല്ലത് ഇവരുടെ കുതന്ത്രത്തിൽ നിന്ന്, ഇവരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തൽക്കാലം നമ്മൾ ഈ പ്രശ്നം ഒന്ന് കെട്ടടങ്ങാൻ ജയിലിലേക്ക് കൊണ്ടാക്കുക എന്നതാ അവര് തീരുമാനിച്ചു. അല്ലെങ്കിൽ അല്ലാഹ് അവരെ മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചു. അങ്ങനെ അതാ ഹത്താഹീൻ, ഒരു നിശ്ചിത കാലത്തെ താമസം ജയിലിലേക്ക് തീരുമാനിക്കുകയാണ്. അത് 5 വർഷത്തെ തടവാണ്. അങ്ങനെ തടവിന് വേണ്ടി ശിക്ഷിച്ചു. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിലേക്ക് കൊണ്ടുപോകപ്പെടുകയാണ്. എന്നാൽ ഇതൊക്കെ പറഞ്ഞ സലീഹന്റെ മനസ്സിലപ്പം വേദനയാണ്. എന്തു പറഞ്ഞാലും സലീഹയുടെ കൽബിൽ നിന്ന് യൂസുഫിനെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവര് അതില് നാവ് കൊണ്ട് പറഞ്ഞെങ്കിലും മനസ്സ് തട്ടിയിട്ട് പറഞ്ഞതല്ല. പിന്നെ ഇനിയിപ്പം ഭർത്താവിനോട് ഇടപെട്ട്, അല്ല നിങ്ങൾ ജയിലിലാക്കണ്ട, നമുക്ക് വേറെ എവിടെങ്കിലും ആക്കാന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞാ പിന്നെ സംശയിക്കുമല്ലോ. അതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. ഏതായാലും തൽക്കാലം പോകട്ടെ. കരഞ്ഞുകൊണ്ട് അവരൊക്കെ യാത്രയപ്പ് നൽകി. മഹാനവറുകൾ ജയിലിലേക്ക് പോകുന്നു. ജയിലിലേക്ക് പോകുന്ന സമയത്ത് കൊട്ടാരത്തിൽ മറ്റൊരു സംഭവം നടക്കുകയാണ്. എന്താണ് സംഭവം? കൊട്ടാരത്തിൽ രാജാവായ റയ്യാൻ ഇബ്നുൽ വലീദിനെതിരെ ഒരു ഗൂഢാലോചന. പ്രമുഖരായ ചില വ്യക്തികൾ കൂടി ചേർന്നുകൊണ്ടുള്ള ഗൂഢാലോചനയാണ്. അവരെന്താ ചർച്ച നടത്തുന്നത്? രാജാവിനെ കൊല്ലണം. കൊല്ലാൻ വേണ്ടി രാജാവിന് ഭക്ഷണം വിളമ്പുന്ന, അതുപോലെ തന്നെ രാജാവിന് വേണ്ടി വെള്ളം കൊടുക്കുന്ന, ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്ന 2 ആളുകളെ വിളിച്ചിട്ട് അവർക്ക് എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തു തരാം, നിങ്ങൾക്ക് എത്ര കാശ് വേണ്ടി ഞങ്ങൾ തരാം, നിങ്ങൾ ഭക്ഷണത്തിൽ ലേശം വിഷം ചേർക്കണം, അല്ലെങ്കിൽ ജ്യൂസിൽ അല്പം വിഷം കലർത്തണം, എന്നിട്ട് നിങ്ങൾ രാജാവിന് കുടിക്കാൻ വേണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് ഗൂഢാലോചന നടത്തിയത്. അങ്ങനെ ആദ്യം 2 ആളും സമ്മതിച്ചു. പിന്നെ ഭക്ഷണം വിളമ്പുന്ന ആൾക്ക് തോന്നി, ഞാന് കൊടുക്കുന്നില്ല, അല്ല ഞാൻ ഏതായാലും കൊടുക്കാണ്, ഈ വിശട്ട് കൊടുക്കാണ് എന്ന് പറഞ്ഞ അയാൾ കൈക്കൂലി വാങ്ങുകയും ചെയ്തു. എന്നാൽ രണ്ടാമൻ ജ്യൂസ് കൊടുക്കുന്ന ആള്, അയാൾക്ക് അവസാന നിമിഷത്തിൽ മനസ്സിൽ പാശ്ചാത്താപം, ശരിയല്ലല്ലോ, നമുക്ക് ജോലി തന്ന, ശമ്പളം തരുന്ന ഒരു രാജാവിന് വിഷം കൊടുത്തു കൊല്ലുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വിഷം കലർത്താൻ തയ്യാറായില്ല. അദ്ദേഹം കൈക്കൂലി വാങ്ങി. അങ്ങനെ അതാ പെട്ടെന്ന് രാജാവിന്റെ മുമ്പിലേക്ക് വിഭവങ്ങൾ എത്തിച്ചു. ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയ നേരത്ത് രാജാവിനോട് ജ്യൂസുകാരൻ പറഞ്ഞു, രാജാവേ, നിങ്ങൾ ആ ഭക്ഷണം കഴിക്കരുത്. എന്തേന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, അതിൽ വിഷമിട്ടിട്ടുണ്ട്. ആരാണ് വിശട്ടെന്ന് ചോദിച്ചു. അതെ, ഭക്ഷണം ഉണ്ടാക്കിയ ആളാണ് അതിൽ വിശട്ടത്. അപ്പം ഭക്ഷണം ഉണ്ടാക്കിയ ആള് പറഞ്ഞു, അല്ല, അവനാണ് വിശട്ടത്, ജ്യൂസിലാണ് വിഷമുള്ളത് എന്ന് പറഞ്ഞു. കാരണം നേരത്തെ അങ്ങനെ തീരുമാനം ഉണ്ടല്ലോ. അപ്പൊ ജ്യൂസുകാരൻ പറഞ്ഞില്ലേ, ഞാൻ വിഷം കലർത്തിയിട്ടില്ല. അപ്പൊ രാജാവ് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാ, ജ്യൂസുകാരനോട് പറഞ്ഞു, നീ അതെടുത്ത് കുടിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ജ്യൂസുകാരനെ ധൈര്യമായി എടുത്ത് കുടിച്ചു. ഓനൊന്നും സംഭവിച്ചില്ല. ഭക്ഷണം പാകം ചെയ്ത ആളോട് പറഞ്ഞു, നീ ആ ഭക്ഷണം എടുത്ത് കഴിക്കണം എന്ന് പറഞ്ഞു. അയാൾ കഴിക്കാൻ തയ്യാറായില്ല. ആ ഭക്ഷണം അല്പം എടുത്തൊരു മൃഗത്തിനിട്ട് കൊടുത്തപ്പോൾ അത് കഴിച്ച ഉടനെ തന്നെ അതാ ആ മൃഗം പിടഞ്ഞു ചത്തുപോയി. രാജാവ് തൽക്കാലം ഇവർ 2 പേരെയും ജയിലിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. അങ്ങനെ ജയിലിലേക്ക് അവരെ കൊണ്ടുപോകുകയാണ്. ഇനി വിചാരണയൊക്കെ പിന്നീട് നടക്കും.
ആ ജയിലിലേക്ക് 2 പുള്ളികളെ കൊണ്ടുപോയ അതേ ദിവസമാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഈ പുള്ളികളുടെ കൂടെയാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹ് പറയുന്നത്, വദഖല മഅഹു സ്ജിന ഫതയാൻ. യൂസുഫ് നബിയുടെ കൂടെ 2 യുവാക്കളും ജയിലിലേക്ക് കടന്നു. അങ്ങനെ ജയിലിലെത്തിയതോടെ ആളുകൾ അത്ഭുതപ്പെടുകയാണ്, എന്താണ് ഈ കടന്നു വരുന്നത്? യൂസുഫ് അലൈഹിസ്സലാം ഒരു ജയിലിന്റെ ഇരുട്ടുള്ള സെല്ലിൽ അടക്കപ്പെട്ടാൽ അവിടെ പിന്നെ ലൈറ്റ് വേണ്ട. യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുഖത്ത് നിന്ന് പ്രകാശിക്കുന്ന വെളിച്ചം മതി അവിടെ. അത്ഭുതത്തിന്റെ സൗന്ദര്യത്തിന്റെ നിറകുടമായ ഈ ചെറുപ്പക്കാരന്റെ ചുറ്റും ആളുകൾ തടിച്ചുകൂടാൻ തുടങ്ങി. ജയിലിലുള്ളവർക്കൊക്കെ സന്തോഷമായി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറി, പ്രയാസമുള്ളവരെയൊക്കെ സഹായിച്ചു. അതുപോലെ തന്നെ പല രീതിയിലും അവർക്ക് ഉപദേശം കൊടുത്തു. ജയിലിലും എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ ഏകദേശം 5 കൊല്ലം പൂർത്തിയായി. ജയിലിൽ 5 കൊല്ലം തടവ് പൂർത്തിയായി. 5 കൊല്ലം തടവ് പൂർത്തിയായപ്പോഴാണ് ജയിലിൽ തന്റെ കൂടെ കടന്ന പ്രവേശിച്ച ആ 2 ചെറുപ്പക്കാര് ഒരു സ്വപ്നം കണ്ടു. നേരത്തെ തന്നെ യൂസുഫ് അലൈഹിസ്സലാം തന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവും ശേഷിയും ഒക്കെ അവിടെ പരിചയപ്പെടുത്തുകയും ജയിലിൽ പരമാവധി പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചരണങ്ങളൊക്കെ നടത്തി വരികയുമാണ്. ആ വാർത്ത ഇവരിൽ നിന്ന് അറിഞ്ഞവരാണ് ഇവർ 2 പേരും. അങ്ങനെ പുള്ളികൾ എന്തു പറഞ്ഞു, ഞങ്ങളും ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താണ് സ്വപ്നം? അതിനെ സംബന്ധിച്ചാണ് അല്ലാഹ് പറയുന്നത്, ഖാല അഹദുഹുമാ ഇന്നി അറാനി അഗ്സുറു ഖംറാ വഖാല അൽ-ആഖറു ഇന്നി അറാനി അഹ്മിലു ഫൗക റഅസി ഖുബ്സ തഅകുലു ത്വയ്റു മിൻഹു നബ്ബിനാ ബിതഅ്വീലിഹി ഇന്നാ ലനറാക മിനൽ മുഹ്സിനീൻ. ഒരാൾ പറഞ്ഞു, ഖാല അഹദുഹുമാ ഇന്നി അറാനി അഗ്സുറു ഖംറാ, ഞാൻ ഇന്നലെ രാത്രി സ്വപ്നത്തിൽ കണ്ടതെന്താ, ഞാനൊരു തോട്ടത്തിലേക്ക് കടന്നപ്പം ഒരു മുന്തിരി വള്ളിയിലുണ്ട് 3 നല്ല മുന്തിരിക്കൊല. ഞാനതിങ്ങോട്ട് പറിച്ചെടുത്തപ്പോൾ രാജാവിന്റെ കുടിക്കാൻ കൊടുക്കുന്ന കോപ്പുണ്ടായിരുന്നു എന്റെ കയ്യിൽ, ഉറക്കത്ത് കാണുക. ആ കോപ്പയിലേക്ക് ഞാൻ മുന്തിരി പിഴിഞ്ഞതിന്റെ ചാറെടുത്തു. എന്നിട്ട് ഞാൻ അത് രാജാവിനെ കുടിപ്പിക്കുന്നു. ഇതാണ് എന്റെ സ്വപ്നം. ഖാല വഖാല അൽ-ആഖറു, മറ്റേ ആള് പറയുന്നു, ഇന്നി അറാനി അഹ്മിലു ഫൗക റഅസി ഖുബ്സൻ തഅകുലു ത്വയ്റു മിൻഹു, ഞാൻ കണ്ട സ്വപ്നം എന്താണ്, എന്റെ കയ്യിൽ 3 കുട്ടകളുണ്ട്. ആ കുട്ടകളിലേക്ക് ഞാനതാ ധാരാളം പത്തിരി ചുട്ടിട്ട് ആ കൊട്ടയിലാക്കിയിട്ടുണ്ട്, 3 കൊട്ടയിൽ. അത് ഞാൻ തലയിൽ വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഒറ്റിയെടുത്തു പറക്കുന്ന പക്ഷികൾ വന്നുകൊണ്ട് തലമുകളിൽ നിന്നതാ ഈ പത്തിരി എടുത്ത് ഇങ്ങനെ കൊത്തി പറക്കുന്നു. ഞാൻ കണ്ട സ്വപ്നം ഇതാണെന്ന് രണ്ടാമനും പറഞ്ഞു. മാനവറുകളോട് ആവശ്യപ്പെടുന്നു, നബ്ബിനാ ബിതഅ്വീലി, നിങ്ങൾ അതിന്റെ വ്യാഖ്യാനം ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നിങ്ങൾ നന്നായി ഇവിടെ ധാരാളം ആളുകൾക്ക് നന്മ ചെയ്തു കൊടുക്കുന്ന ആളായിട്ട് നിങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ജയിലിൽ നിങ്ങൾ വന്നതിന് ശേഷം സേവന പ്രവർത്തനങ്ങൾ വല്ലാതെ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വിഷയം അവതരിപ്പിച്ചത്. കൂട്ടത്തിൽ ഇവർ പറഞ്ഞു, ഓ യൂസുഫേ, നിങ്ങളെ ഞങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായി ഇതിന്റെ നിർവചനം ഒന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾക്ക് കൂടെ ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ സ്നേഹിക്കരുത്. എനിക്ക് സ്നേഹം പേടിയാണ്. കാരണം ഇതിനു മുമ്പ് എന്നെ സ്നേഹിച്ചിടത്തൊക്കെ ഞാൻ കുടുങ്ങിപ്പോയിട്ടുണ്ട്. എന്റെ വാപ്പ എന്നെ വല്ലാതെ സ്നേഹിച്ചു, ഞാൻ കിണറിലെറിയപ്പെട്ടു. എന്റെ യജമാനത്തി എന്നെ വല്ലാതെ സ്നേഹിച്ചപ്പം ജയിലിലടക്കപ്പെട്ടു. ഇനി ജയിലിലുള്ള നിങ്ങളും കൂടി എന്നെ സ്നേഹിക്കരുതേ, സ്നേഹമാണ് എന്റെ പേടി. അത്ഭുതമാണ്, സ്നേഹിക്കുന്നത് പേടിയായി പോയി. അങ്ങനെ നിങ്ങൾ തൽക്കാലം എന്നെ സ്നേഹിക്കൊന്നും വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഞാൻ പറയാം എന്താണ് പറയാനുള്ളത്. അദ്ദേഹം മനസ്സിലാക്കി, ഈ 2 സ്വപ്നത്തിന്റെയും വ്യാഖ്യാനം മനസ്സിലാക്കി. 3-ാമത്തെ ദിവസം തന്നെ ഇതിലൊരാൾ കാലിയാൻ പോവാണ്, മരണപ്പെടാൻ പോവാണ്. അതുകൊണ്ട് തന്നെ നബിയല്ലേ, ആ മനുഷ്യന്റെ മരണം നന്നായി കിട്ടണം, അദ്ദേഹം മുസ്ലിമായി മരിച്ചു കിട്ടണം. അതുകൊണ്ട് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം അതാ തന്റെ മുഅ്ജിസത്തിന്റെ ശേഷി പ്രകടിപ്പിക്കുകയാണ്. താൻ പ്രവാചകനാണെന്ന ശേഷി ഒന്നുകൂടെ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി.
അവർക്ക് ഉറച്ച വിശ്വാസമുണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഖാല ലാ യഅ്തികുമാ തുആമുൻ തുർസഖാനിഹി ഇല്ലാ നബഅ്തുകുമാ ബിതഅ്വീലിഹി ഖബ്ല അൻ യഅ്തികുമാ ലാ യഅ്തികുമാ തുആമുൻ തുർസഖാനിഹി. നിങ്ങൾക്ക് ഭക്ഷിപ്പിക്കപ്പെടാൻ വേണ്ടി ഒരു ഭക്ഷണവും നിങ്ങളെ സമീപത്തേക്ക് വരില്ല. ഇല്ലാ നബഅ്തുകുമാ ബിതഅ്വീലിഹി, അതിനെ സംബന്ധിച്ചുള്ള സർവ്വ വിവരങ്ങളും നിങ്ങളോട് ഞാൻ പറയും. ഖബ്ല അൻ യഅ്തികുമാ, അത് നിങ്ങളടുത്തേക്ക് വരുന്നതിന് മുമ്പ്. ഇത് ഇവരോട് പറയാനൂടി കാരണം എന്താ? ഇവർ നേരത്തെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയ ആളുകളാണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഭക്ഷണം വന്നാലും അതിന്റെ രുചി എന്താ? പുളിയാണോ, മധുരമാണോ, ചവർപ്പാണോ, അതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ, അല്ലേ ഇല്ലേ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തരും. ഇതേതുപോലെയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മാ തഅ്കുലൂന, നിങ്ങൾ എന്താണ് തിന്നത്, നിങ്ങളെ വീട്ടിൽ എന്താണ് സൂക്ഷിച്ചത്, നിങ്ങളെ വയറ്റിൽ എന്താണുള്ളത്, ഇതൊക്കെ ഞാൻ പറയുമെന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മോചിതത്തിന്റെ ഭാഗമായി പറഞ്ഞതുപോലെ നിങ്ങളെ ഭക്ഷണത്തിനെ സംബന്ധിച്ചെല്ലാം ഞാൻ പറയും. അതൊന്നും എന്റെ പ്രത്യേക കഴിവല്ല. ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി, അതൊക്കെ പ്രവാചകനായ എനിക്ക് എന്റെ നാഥൻ തന്ന അറിവിൽപ്പെട്ടതാണ്. പ്രവാചകന്മാരങ്ങനത്തെ മറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുന്നവരാണ്. ആ വിവരത്തിൽപ്പെട്ടതാണെന്നാണ് യൂസുഫ് നബി പറയുന്നത്. ഇന്നി തറക്തു മില്ലത്ത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹ് വഹും ബിൽആഖിറതി ഹും കാഫിറൂൻ. പാരത്രിക ലോകത്തെ നിഷേധിക്കുകയും അല്ലാഹുവിൽ അവിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളുടെ എല്ലാ ആശയങ്ങളെയും വിശ്വാസത്തെയും അവഗണിച്ചവനാണ് ഞാൻ. അതേ സമയത്ത് വത്തബഅ്തു മില്ലത്ത ആബാഇ ഇബ്രാഹിമ വഇസ്ഹാഖ് വയഅഖൂബ, എന്റെ പൂർവികരായ ഉപ്പാപ്പമാരായ ഇബ്രാഹിം നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും യാക്കൂബ് നബിയുടെയും മതത്തെയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ ശൈഇ, ആ ഏകനായ അല്ലാഹുവിൽ മറ്റൊരു ദൈവത്തെ വെച്ചു പുലർത്തുക, മറ്റൊരു ദൈവത്തെ സങ്കല്പിക്കുക, ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞത് ഒരിക്കലും ഞങ്ങൾക്ക് യോജിച്ചതല്ല. ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ, ഇത് അല്ലാഹ് ഞങ്ങൾക്ക് തന്ന വലിയൊരു ഔദാര്യമാണ്. വഅലന്നാസി, അതുപോലെ വിശ്വാസമുള്ള മുഅ്മിനീങ്ങൾക്കും അല്ലാഹ് ചെയ്ത അവന്റെ ഔദാര്യമാണ്. വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ, പക്ഷേ ലോകത്ത് എക്കാലവും ഭൂരിപക്ഷം ആളുകളും ഈ ഏകനായ അല്ലാഹു, അവരെ സൃഷ്ടിച്ച അല്ലാഹു, ഭക്ഷണവും വെള്ളവും ജീവിത സാഹചര്യവും ഒരുക്കി തന്ന അല്ലാഹു, ആ അല്ലാഹുവിന്റെ ഏകത്വം ഉൾക്കൊള്ളാതെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും ഇവിടെ മാതാപിതാക്കൾക്ക് പിറന്നു വീണവരെയും ദൈവങ്ങളായി അവരോധിച്ച് ആരാധിക്കുന്ന വിഡ്ഢിത്വം കാണിക്കുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നിങ്ങൾ അങ്ങനത്തെ വഴിതെറ്റിയ വിശ്വാസത്തിൽ പെട്ടുപോകരുത്. നിങ്ങൾ ഏകനായ അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം. തുടർന്ന് മഹാൻ ഈ ബഹുദൈവ ആരാധനയുടെ നിരർത്ഥകതയെ സംബന്ധിച്ച് ജയിലിൽ വെച്ച് പ്രബോധനം നടത്തുകയാണ്. യാ സ്വാഹിബസ് സിജിൻ, എന്റെ ജയിലറയിലെ കൂട്ടുകാരെ, അർബാബും മുത്തഫരിഖൂൻ, നിരവധി ദൈവങ്ങളെയാണോ ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, കുറെ ദൈവങ്ങളെ വെച്ച് പുലർത്തുന്നതാണോ, അതല്ല എല്ലാ ശക്തിയും ശേഷിയുമുള്ള അല്ലാഹു ഏകനായ അല്ലാഹനെ ആരാധിക്കുന്നതാണോ നന്മ, കൂടുതൽ ഉത്തമം, ഖൈറു നിങ്ങൾ പറയൂ. അങ്ങനെ അവരെ ഇതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി ഏകദൈവ വിശ്വാസത്തിന്റെ ആവശ്യകത ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ഈമാൻ നന്നാക്കാൻ ശ്രമിച്ചു. ആദ്യമായി എന്തിനു വേണ്ടി? ഇദ്ദേഹം അടുത്ത ദിവസം മരണപ്പെടാൻ പോവാണ്. കൂട്ടത്തിൽ ഒരാൾ, അയാളെ ഈമാൻ സലാമത്താകട്ടെ. നമ്മളൊക്കെ മനസ്സിലുണ്ടാകേണ്ടതാ, ഏത് സമയത്ത് ഒരു മനുഷ്യൻ നന്നായി കിട്ടുക, അവൻ നല്ല മാർഗത്തിലേക്ക്, നല്ല വിശ്വാസത്തിലേക്ക് വരിക. അത് ഏത് അവസരം നമുക്ക് കിട്ടിയാലും അതിന് ഉപയോഗപ്പെടുത്തണം. ഈ ദീൻ എന്ന് പറഞ്ഞ നമുക്ക് ഒറ്റക്ക് വെച്ച് അടച്ചു പൂട്ടി വെക്കാനുള്ളതല്ല, ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്, ഈ ദഅവത്ത് നടത്താനുള്ളതാണ്. അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ, ഇനി ഒരു പ്രവാചകൻ ഇവിടെ വരാനില്ല, ഈ ഉമ്മത്താണ്. നമ്മുടെ ബാധ്യത നിരന്തരം പ്രബോധനം. അല്ലാഹു നമുക്ക് തൗഫീഖ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം അവിടെ നിന്ന് നടത്തുന്നു. എന്നിട്ട് ഒന്നുകൂടി മഹാൻ പറയുകയാണ്, ഇനി നിങ്ങൾ ദൈവമാണ് ദൈവമാണെന്ന് പറഞ്ഞ് പല പേരിട്ട ഒരുപാട് സംഗതികളില്ലേ. മാ തഅബ്ദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാൻ സമ്മൈതുമൂഹാ, നിങ്ങൾ ഓരോരോ പേരിൽ പല ദൈവങ്ങളെ വിളിക്കുന്നതൊക്കെ നിങ്ങൾ വെറുതെ നാവ് കൊണ്ടിട്ട ചില നാമങ്ങൾ മാത്രമാണ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ,
അവിടെയൊന്നും ദൈവത്തിന്റെ യാതൊരു തെളിവും അതിന് നിങ്ങൾക്ക് ദൈവം തന്നിട്ടില്ല. നിങ്ങൾ എന്നെ ആരാധിക്കേണ്ടതാ, ഇന്ന സൃഷ്ടികൾ ആരാധിച്ചോളൂ എന്നതിന് ഒരു തെളിവുമില്ല. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്. തീരുമാനെടുക്കാൻ അല്ലാഹ്ക്കല്ലേ കഴിവുള്ളൂ. അവനെടുത്ത തീരുമാനം എന്താ? അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമേ പാടുള്ളൂ, അല്ലാഹനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ശരിയായ മതം. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. പക്ഷേ ഭൂരിപക്ഷം ജനതയും ആഗോളതലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഏകനായ അല്ലാഹുവിനെ അംഗീകരിക്കാത്തവരാണ്. അത് ഭൂരിപക്ഷം നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് നല്ലൊരു ഉപദേശം കൊടുത്തതിന് ശേഷം ഇവരോട് പറയുകയാണ്, യാ സ്വാഹിബസ് സിജിൻ, എന്റെ ജയിലിലെ കൂട്ടുകാരെ, അമ്മാ അഹദുകുമാ ഫയസ്ഖി റബ്ബഹു ഖംറാ. നിങ്ങൾ ഒരാൾ ജ്യൂസ് രാജാവിന് കൊടുക്കുന്നതായി സ്വപ്നത്തിൽ കണ്ടു എന്ന് പറഞ്ഞില്ലേ? നിങ്ങളിതാ ആ കണ്ട 3 മുന്തിരിക്കൊല 3 ദിവസമാണ്. ഇനി കഴിഞ്ഞ് 3-ാമത്തെ ദിവസം നിങ്ങളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. വിചാരണ പൂർത്തിയായി നിങ്ങളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടും. നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയും. നിങ്ങളെ പഴയ ജോലി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. രാജാവിന് നിങ്ങൾ മുന്തിരിച്ചാറ് കൊടുക്കും. അതേ സമയത്ത് വഅമ്മല്ലാഹറു, രണ്ടാമന്റെ സ്വപ്നം അത് വളരെ ഭീതിതമാണ്, ഭീകരമാണ്. ഫയുസ്ലബു, അദ്ദേഹം കുറ്റവാളിയാണെന്ന് തെളിഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെ അതാ കുരിശിലേറ്റപ്പെടും. അദ്ദേഹത്തിന്റെ തലയിൽ വന്നിരുന്നു കൊണ്ട് പക്ഷികൾ ഭക്ഷണം കഴിക്കും. അങ്ങനത്തെ സ്ഥിതി ഉണ്ടാകാൻ പോകുകയാണ്. ഇത്രയും പറഞ്ഞപ്പോഴേക്ക് ഇവർ രണ്ടാളും പറഞ്ഞു, ഇല്ല, ഞങ്ങൾ സ്വപ്നമൊന്നും കണ്ടിട്ടില്ല, ഞങ്ങൾ വെറുതെ പറഞ്ഞതാണ്, ഇങ്ങനെയൊന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കല്ല. ഉടനെ മഹാൻ പറഞ്ഞു, പുതിയെല്ലാം ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം കഴിഞ്ഞുപോയി. നിങ്ങൾക്ക് 2 ദിവസം കൂടി ആയുസുള്ളൂ. 3-ാം ദിവസം നിങ്ങളിൽ ഒരാൾ കൊല്ലപ്പെടും, 2-ാമൻ പുറത്തു പോകും. അത് ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു, മക്കളെ, ഇവരെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും കൊട്ടാരത്തിലെ തൊഴിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ഉറപ്പുള്ള ആളോട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഉദ്കുർനീ ഇൻദ റബ്ബിക, നിങ്ങൾ പോയാൽ ഒരു കാര്യം ചെയ്യണം. ഞാനേതായാലും നിങ്ങളെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമൊക്കെ പറഞ്ഞു തന്ന സ്ഥിതിക്ക് നിങ്ങൾ കൊട്ടാരത്തിലെത്തിയാലേ രാജാവിനോട് ഈ സാധുവിനെ സംബന്ധിച്ച് ഒന്ന് ഓർമ്മയാക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു നിരപരാധി ഇവിടെ വേറെ ഉണ്ട് ജയിലിൽ. നിങ്ങളിപ്പോ നിരപരാധിയാണെന്ന് തെളിഞ്ഞ് 5 കൊല്ലം കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു. ഞാനും 5 കൊല്ലം നിങ്ങളുടെ കൂടെ കടന്നു, ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ രാജാവിന്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു സാധുവായ ആൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന വിവരം ഒന്ന് പറഞ്ഞാൽ നന്ന് എന്നുകൂടി ഇദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ അത് അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നോക്കണം നിങ്ങൾ, അല്ലാഹു അവന്റെ അമ്പിയാക്കളുടെ മേൽ വെച്ച പെരുമാറ്റച്ചട്ടം വളരെ കർക്കശമാണ്. അല്ലാഹ്നോടല്ലാതെ അവര് ഒന്നും വേവലാതിപ്പെട്ടുകൂടാ. യഥാർത്ഥത്തിൽ മതത്തിന്റെ നിയമമനുസരിച്ച് പണ്ഡിതന്മാര് പറയുന്നു, ഇവിടെ യൂസുഫ് അലൈഹി സ്വലാം ചെയ്തത് ഒരു തെറ്റൊന്നുമല്ല. ഒരിക്കലും യൂസുഫ് അലൈഹി സ്വലാമിന്റെ അടുക്കൽ ഇവിടെ ഒരു തെറ്റ് എന്ന് പറയാവുന്നതൊന്നും സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാലും അല്ലാഹു നുബുവത്തിന്റെ പദവി നൽകിയ ആളുകൾ, ആ പദവിയിലെത്തിയ ആളുകൾ അവരുടെ സ്ഥാനത്തോട് യോജിച്ചതല്ലാതെ പറഞ്ഞുകൂടാ. നബിമാർ മറ്റുള്ളവരോട് സഹായം ചോദിക്കുക എന്നത് അവരെ സ്ഥാനത്തോട് യോജിച്ച പരിപാടിയല്ല, അതൊരു തെറ്റായതുകൊണ്ടല്ല. പണ്ഡിതന്മാര് പറയുന്നു, ഫൈനൽ ഇസ്തിആനത ബിൽ മഖ്ലൂഖി ഫീ ദഫ്ഇൽ ദറരി ജായിസ, ഒരാപത്ത് തട്ടി നീക്കാൻ സൃഷ്ടികളോട് സഹായം തേടൽ തെറ്റല്ല. നമുക്ക് പരസ്പരം സഹായിക്കാം. ഖുർആൻ തന്നെ പറഞ്ഞു, തആവനു, നിങ്ങൾ പരസ്പരം സഹായിക്കണം, കുടുങ്ങിയവരെ സഹായിക്കണം. കുടുങ്ങിയാൽ വേറൊരാളോട് രക്ഷപ്പെടുത്താൻ പറയുന്നത് തെറ്റല്ലെങ്കിലും ഇല്ല അന്നഹു ലമ്മാ കാന മഖാമു യൂസുഫ് അലൽ മഖാമാത്തി വറുതുബത്തു അഷ്റഫൽ മഖാമാത്തി, യൂസുഫ് അലൈഹി സ്വലാമിന്റെ സ്ഥാനം സമുന്നതമായതുകൊണ്ട്, അത് നബുവത്തിന്റെയും റിസാലത്തിന്റെയും സ്ഥാനമായതുകൊണ്ട് ലാ ജറമ സ്വറ യൂസുഫു മുആഖിദൻ ബിഹാദൽ ഖദരി, ഈ ഉന്നത സ്ഥാനത്തിരുന്നതിന്റെ പേരിൽ മറ്റൊരാളോട്, അല്ലാത്തൊരാളോട് സഹായിക്കാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞു പോയത് അത് അല്ലാഹു ഗൗരവത്തിലെടുത്തതാണ്. കാരണം ഫഇന്ന ഹസനാത്തിൽ അബ്റാർ, നന്മ ചെയ്യുന്നവരുടെ തന്നെ നന്മകൾ, അത് സയ്യിആത്തുൽ മുഖറബീൻ,
അള്ളാഹുവിന്റെ സമീപസ്ഥരായ അവനോട് കൂടുതൽ അടുത്ത അമ്പിയാക്കൾ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തെറ്റാണ്. അതുകൊണ്ട് തന്നെ നബിമാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയിട്ടുണ്ടോ, ഇസ്തിഗാസ നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം തന്നെ നിരർത്ഥകമാണ്. അവരങ്ങനെ സഹായം ചോദിക്കരുത്. കാരണം ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ മുഅ്ജിസത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും സഹായിക്കുമെന്ന വിശ്വാസത്തോടെ അവരോട്, മഹാന്മാരോട് സഹായം ചോദിക്കലാണ്. അതുള്ളവരാണ് അമ്പിയാക്കൾ. അവർക്ക് പിന്നെ വേറൊരാളോട് ചോദിക്കേണ്ടതില്ല. ഇതുകൊണ്ടാണ് നമ്രൂദ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീ കുണ്ടത്തിൽ എറിയുമ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞില്ലേ, ഞാൻ സഹായിച്ചോളാം. അപ്പൊ എന്താണ് ഇബ്രാഹിം നബി വേണ്ട, എനിക്ക് അള്ളാഹ് സഹായിച്ചാൽ മതി. ജിബ്രീൽ അലൈഹി സ്വലാമിനോട് സഹായം ചോദിക്കൽ തെറ്റായതുകൊണ്ടല്ല, അത് ഈ അമ്പിയാക്കളുടെ സ്ഥാനം അതാണ്. അവർ ഇസ്തിഗാസ നടത്തണമെന്നില്ല. അത് ചോദിക്കേണ്ടത് അവരെ താഴെയുള്ളവരാണ്. മുഅ്ജിസത്ത് അമ്പിയാക്കൾക്കുള്ളത് കൊണ്ട് അവർ മറ്റൊരാളോട് സഹായം ചോദിക്കേണ്ടതില്ല. ഈ രീതിയിലതാ നബി ഈ ഒരു ആളോട് പറഞ്ഞു, നിങ്ങളൊന്ന് രാജാവിനോട് ഓർമ്മപ്പെടുത്തണം. എന്നാൽ അള്ളാഹു പറയുന്നു, അവിടെ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പറ്റിയ പാളിച്ച എന്താണ്? രാജാവിനോട് പറയണമെന്ന് പറഞ്ഞ യൂസുഫ് അലൈഹി ഇസ്ലാം തന്റെ റബ്ബിനെ അവിടെ അങ്ങ് മറന്നുപോയി. അല്ലാഹുവേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയാതെ ഇദ്ദേഹത്തോടൊന്ന് പറയാൻ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവനെ ഓർമ്മപ്പെടുത്തിയതല്ലേ? അത് കാരണമായി ആ ഒരു വാക്ക് കാരണം തന്റെ പരിപാലനത്തിലും തന്റെ തഅ്ദീബിലുമായി വളർന്നു വരുന്ന യൂസുഫ് അലൈഹി ഇസ്ലാമിനെ തർബിയത്ത് ചെയ്യാൻ വേണ്ടി കുറച്ച് വർഷങ്ങൾ കൂടി ജയിലിൽ അല്ലാഹു കടത്തുകയാണ്. അതത്ര നേരത്തെ തീരുമാനിച്ച 5 പുറമെ 7 കൊല്ലവും കൂടി മഹാനവറുകൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, റഹിമല്ലാഹു യൂസുഫ ലൗലാ കലിമത്തുഹു അല്ലത്തി ഖാലഹാ മാ ലബിസ ഫിസ്സിജ്നി മാ ലബിസ. രണ്ടാമത് 7 വർഷവും കൂടി ജയിലിൽ കടന്ന ആ കാലം യൂസുഫ് നബി ആ പറഞ്ഞ വാക്ക് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ കടക്കേണ്ടി വരുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ 7 കൊല്ലം കൂടി ഈ പോയ ആൾക്ക് ഒരു ഓർമ്മയില്ല. അയാൾ പോയി എന്നല്ലാതെ അയാളെ ജോലിയിൽ കയറി. ഇയാൾക്ക് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ അങ്ങ് മറന്നുപോയി, മരിച്ചത് മറന്നുപോയി. പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പിന്നെ 7 വർഷം പൂർത്തിയാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണമല്ലോ. ആ കാലയളവ് 7 കൊല്ലം പൂർത്തിയാകുമ്പോൾ ഒന്ന് രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി അല്ലാഹു തആല തന്നെ ആസൂത്രണം ചെയ്ത പരിപാടി എന്ന് വേണം പറയാൻ. രാജാവ് റയ്യാൻ ഇബ്നുൽ വലീദ് കൊട്ടാരത്തിലതാ സുഖമായി കടന്നുറങ്ങുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ സ്വപ്നം? അന്നഹു റആ ഫിൽ മനാമി സബഅ ബഖറാത്തിൻ സിമാനിൻ, 7 തടിച്ചു കൊഴുത്ത പശുക്കൾ അത് ഖറജന മിനൽ ബഹരി, കടലിൽ നിന്നതാ ഈ 7 ഭീകരൻ പശുക്കൾ ഇങ്ങനെ കരക്കേക്ക് കയറി വരികയാണ്. സുമ്മ ഖറജ അഖീബഹുന്ന സബഅ ബഖറാത്തിൻ ഇജാഫ്, ഇതിന്റെ ഉടനെ തന്നെ അതാ മെലിഞ്ഞൊട്ടിയ ഫി ഗായത്തിൽ ഹസാലി, അങ്ങേയറ്റം മെലിഞ്ഞൊട്ടിയ 7 പശുക്കൾ ഇവയുടെ പിന്നാലെ കടലിൽ നിന്ന് കരക്ക് കയറി വരുന്നു. സുബ്ഹാനല്ലാഹ്, കണ്ടത് ഭീകരമായ രംഗം. ഈ തടിച്ചു കൊഴുത്ത 7 പശുക്കളെ മെല്ലിച്ച 7 പശുക്കൾ പിടിച്ചങ്ങ് തിന്നുകയാണ്. എന്നാൽ തിന്നിട്ട് അവയുടെ ശരീരത്തിൽ എങ്ങാനും ഇതിന്റെ വല്ല അടയാളമുണ്ടോ? പള്ള നിറഞ്ഞതും കാണുന്നില്ല, വിഴുങ്ങിക്കളഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ നല്ല മൂപ്പത്തിയ 7 കതിരുകൾ അദ്ദേഹം കണ്ടു. കുല കാണുന്നു, ധാന്യക്കുല. 7 ഉണങ്ങിയ കുലയും കാണുന്നു. കദുസ്തുഹ്സിദത്ത്, അത് കൊഴിയപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ ഉണങ്ങിയ ഈ കുല പച്ചയായ കുലയുടെ മേലെ അങ്ങോട്ട് ചുറ്റിയിട്ട് പച്ച കുലയെ തീരെ കാണുന്നുമില്ല. ഇങ്ങനെ അത്ഭുതകരമായൊരു സ്വപ്നം കണ്ടു. അസ്വസ്ഥനായ രാജാവിന് നേരം വെളുപ്പിക്കാൻ പ്രയാസപ്പെട്ടുപോയി.
ഉടനെ കൊട്ടാരത്തിൽ വിളംബരമുണ്ടായി. സർവ സ്വപ്ന വ്യാഖ്യാതാക്കളെയും വിളിച്ചു ചേർക്കണം, എല്ലാ കൊട്ടാരം പണ്ഡിതന്മാരും അണിചേരണം. ദർബാറിൽ വമ്പിച്ചൊരു സമ്മേളനം, ബുദ്ധിജീവികളുടെ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടതാ. രാജാവ് പറയുന്നു അവരുടെ മുമ്പിൽ, അള്ളാഹു അതാണ് പിന്നെ പറയുന്നത്, വഖാലൽ മലികു ഇന്നി അറാ സബഅ ബഖറാത്തിൻ സിമാനിൻ യഅകുലുഹുന്ന സബഉൻ നിജാഫുൻ വസബഅ സുംബുലാത്തിൻ ഖുലരിൻ വഖറ യാബിസാത്ത്. ഞാനിതാ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം വിശദീകരിച്ചതിന് ശേഷം രാജാവ് പറഞ്ഞു, യാ അയ്യുഹൽ മലഉ അഫ്തൂനി, ഓ എന്റെ സദസ്യരെ, നിങ്ങളെ ഞാൻ ഇവിടെ വിളിച്ചു ചേർത്തത് ഈ മഹാസ്വപ്നത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾ എനിക്ക് പറഞ്ഞു വിശദീകരിച്ചു തരാൻ വേണ്ടിയാണ്. നിങ്ങളൊക്കെ എന്റെ ശമ്പളം പറ്റി ഇവിടെ ജീവിക്കുന്നവരും കൊട്ടാര പണ്ഡിതന്മാരുമാണ്. നിങ്ങളെ ആവശ്യം ഇപ്പോഴാണ് എനിക്ക് വന്നത്. പറയൂ, ഇതിന് ശരിയായൊരു വ്യാഖ്യാനം പറയണം. ഇൻ കുന്തും ലിറുയാ തഅ്ബുറൂൻ, നിങ്ങളൊക്കെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയാൻ അറിയുന്നവരാണെങ്കിൽ ഇതിന് നിങ്ങൾ പറഞ്ഞു തരണം. തല പുകഞ്ഞാലോചിച്ചു, മണിക്കൂറുകളിരുന്നു. എന്തെങ്കിലും പറയാൻ കഴിയുന്നുണ്ടോ? പറഞ്ഞാൽ അബദ്ധമായി പോകാനും പറ്റൂലല്ലോ. ആലോചിച്ചു. അവസാനം ഇവർക്ക് പറയാനുണ്ടായ മറുപടി, ഖാലൂ അദ്ഗാസു അഹ്ലാം, ഓ രാജാവേ, ഇത് വെറും പാഴ്ക്കിനാവുകളാണ്. ഇത് ശരിയായ അർത്ഥമുള്ള കിനാവല്ല, ഇത് വെറും പൈശാചികമായ പാഴ്ക്കിനാവുകളാണ്. വമാ നഹ്നു ബിതഅ്വീലിൽ അഹ്ലാമി ബിആലിമീൻ, ശരിയായ സ്വപ്നങ്ങൾക്ക് ഞങ്ങൾ വ്യാഖ്യാനം പറയൂ, ഇത്തരം പാഴ്ക്കിനാവുകൾക്ക് വ്യാഖ്യാനം പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അവരൊക്കെ കയ്യൊഴിച്ചു. അങ്ങനെ രാജാവ് വീണ്ടും നിരാശനായി, തന്നെ അലട്ടുകയാണ്, വിടാതെ പിന്തുടരുകയാണ് ഈ സ്വപ്നം. ഈ വിവരം കേട്ടപ്പോഴാണ് നേരത്തെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് മോചിപ്പിച്ച് രാജാവിന് ജ്യൂസ് പിഴിഞ്ഞു കൊടുക്കുന്ന അയാൾക്ക് ഒരോർമ്മ വരുന്നു. അല്ല പറഞ്ഞു, വഖാലല്ലദീ നജാ മിൻഹുമാ, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽപ്പെട്ട ഒരാളുണ്ടല്ലോ, അയാൾ പറഞ്ഞു, വദ്ദക്കറ ബഅദ ഉമ്മ, കുറെ കാലങ്ങൾക്ക് ശേഷം അയാൾക്ക് ഓർമ്മ വന്നു, ആ ഞാനന്ന് രക്ഷപ്പെട്ടു പോരുമ്പോ എന്നോട് പറഞ്ഞിരുന്നല്ലോ യൂസുഫ്, എന്റെ വിവരൊന്ന് രാജാവിനോട് പറയണം. ആ വിഷയം അദ്ദേഹത്തിന് കുറെ കാലത്തിന് ശേഷമാണ് ഓർമ്മ വരുന്നത്. ഉമ്മത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം കുറെ കാലമാണ്, കാലങ്ങളുടെ ഒരു സംഘം, അതാണ് ഉമ്മത്ത്. 7 വർഷമാണ് അപ്പോഴേക്ക് അവിടെ ജയിലിൽ കടന്നത്. ആ അദ്ദേഹം അതാ ഓർമ്മയിൽ എടുത്തെന്ന് പറയുന്നു, അന ഉനബ്ബിഉകും ബിതഅ്വീലിഹി ഫാർസിലൂൻ, അതിന്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്റെ വകയിലല്ല, നിങ്ങൾ അതിന് പറ്റിയ ഒരാൾ ജയിലിലുണ്ട്. യൂസുഫ് എന്ന് പറയുന്ന ഒരാൾ ഞങ്ങളുടെ കൂടെ ജയിലിൽ അടക്കപ്പെട്ടയാളാണ്. ജയിലിൽ പലരും കണ്ട പല സ്വപ്നത്തിനും അയാൾ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. എനിക്കും അനുഭവമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് അനുവദിക്കുകയാണെങ്കിൽ യൂസുഫിനെ ചെന്ന് കണ്ട് ഞാൻ ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനവുമായി ഉടനെ തന്നെ തിരിച്ചു വരാം എന്നതാ ഈ ജയിലിൽ നിന്ന് അന്ന് രക്ഷപ്പെട്ട ജ്യൂസുകാരൻ അദ്ദേഹം വന്ന് പറയുന്നു. അദ്ദേഹത്തെ അതാ ഉടനെ രാജാവ് വിട്ടുന്ന ഓടിച്ചെല്ല്. ഇദ്ദേഹം വളരെ സന്തോഷത്തോടെ 7 വർഷങ്ങൾക്ക് ശേഷം അതാ ജയിലിലേക്ക് തന്നെ കയറി ചെല്ലുന്നു. യൂസുഫ് അലൈഹിസ്സലാമിനെ തേടിപ്പിടിച്ചു. യൂസുഫിനെ ഇവിടെ ചാരത്തി എന്ന് വിളിക്കുന്നു. യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, ഓ സത്യസന്ധനായ യൂസുഫേ. കാരണം പറഞ്ഞത് മുഴുവനും സത്യമാണ്, ഒരു കള്ളം പറഞ്ഞത് അനുഭവത്തിലില്ല, എന്തു പറഞ്ഞാലും പുലരുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹം അങ്ങ് വിളിക്കുകയാണ്, അയ്യുഹ സിദ്ദീഖ്, സത്യസന്ധനായ യൂസുഫേ, അഫ്തിനാ ഫീ സബഇ ബഖറാത്തിൻ സിമാനിൻ യഅകുലുഹുന്ന സബഉൻ ഇജാഫുൻ വസബഇ സുംബുലാത്തിൻ ഖുലരിൻ വഖറ യാബിസാത്ത് ലഅല്ലി അർജിഉ ഇലന്നാസി ലഅല്ലഹും യഅലമൂൻ. സ്വപ്നം വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിന്റെ വ്യാഖ്യാനമാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് ഒന്ന് നിങ്ങൾ നന്നായി ഉടനെ പറയണം. ലഅല്ലി അർജിഉ ഇലന്നാസ്, അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി കാത്തു നിൽക്കുന്ന വലിയൊരു സംഘം ജനങ്ങളുണ്ട്, അവരെ മുമ്പിൽ പോയി ഞാനിതൊന്ന് വിശദീകരിക്കട്ടെ. ലഅല്ലഹും യഅലമൂൻ, നിങ്ങളുടെ കഴിവും ശേഷിയൊക്കെ അവരറിയാനും മതിയല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കും അതുകൊണ്ട് ഉപകാരം ഉണ്ടാകും. നിങ്ങൾ ആ കഥ, ഇതിന്റെ വ്യാഖ്യാനം ഒന്ന് ശരിയായ നിലക്ക് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരുന്നു. ഖാല തസ്റഊന സബ്അ സിനീന ദഅബാ. ചുരുക്കി പറയട്ടെ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതാ
ഉടനെ തന്നെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നു. ഇതിന്റെ സാരം എന്താണെന്നറിയുമോ? ആദ്യം 7 വർഷക്കാലം നല്ല ക്ഷേമകാലമായിരിക്കും. നിങ്ങൾ ആദ്യം കണ്ടില്ലേ, കടലിൽ നിന്ന് 7 എണ്ണം അങ്ങോട്ട് കയറി വരുന്നത് വലിയ പശു, അത് 7 വർഷമാണ് അതിന്റെ സൂചന. ആ തടിച്ചു കൊഴുത്ത പശുവായതുകൊണ്ട് അതിന്റെ ഉദ്ദേശം 7 കൊല്ലക്കാലം വളരെ ക്ഷേമമുള്ള കൊല്ലമാണ്. നല്ല മഴ കിട്ടും, കാർഷിക വിളകളൊക്കെ നന്നായി വളരും. അങ്ങനെ ആ കാലത്ത് നിങ്ങൾ ധാരാളം കൃഷി ചെയ്ത് ഗോഡൌണുകൾ ഉണ്ടാക്കി അതിൽ സൂക്ഷിച്ചു വെക്കണം, ധാന്യങ്ങളും പഴങ്ങളുമെല്ലാം. അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് പിന്നെ നിങ്ങൾക്ക് 7 കൊല്ലം വരുന്നത് വളരെ വലിയ ദാരിദ്ര്യത്തിന്റെ കൊല്ലമാണ്. ആ 7 വർഷത്തിൽ ഒരിറ്റ് വെള്ളം കിട്ടുകയില്ല, മഴയുണ്ടാകുകയില്ല. ലോകത്ത് മുഴുവനും ദാരിദ്ര്യം പിടികൂടുന്ന സമയത്ത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ ഈ മിസ്ർ പട്ടണത്തിലേക്കാണ് ആളുകളൊക്കെ വരിക. അന്ന് നിങ്ങൾ എന്തു വേണം? ഇവിടെ നിന്ന് എല്ലാവർക്കുമുള്ള ഭക്ഷണം കൊടുക്കണം. അതാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കാല തസ്റഊന സബ്അ സിനീന ദഅബാ, തുടരെ 7 കൊല്ലക്കാലം നിങ്ങൾ കൃഷി ഇറക്കണം. ഫമാ ഹസത്തും ഫദറുഹു ഫീ സുബ്ബുലി, അങ്ങനെ കൃഷി ചെയ്തതിനെ കൊഴുതെടുത്താൽ അതിനെ ആ കതിരുകളിൽ നിന്ന് നിങ്ങൾ വേർപെടുത്തരുത്. നെൽമണികളെയും ഗോതമ്പിനെയും മറ്റു ധാന്യങ്ങളെയും അതിന്റെ കതിരിൽ നിന്ന് വേർപെടുത്തരുത്. വാഴക്കുല പോലെ തന്നെ വാഴക്കുല പഴം നമ്മൾ ഇരിഞ്ഞു വെച്ചാൽ അത് കേടുവന്നു പോകും. അതിന്റെ ഞെട്ടിപ്പോയാൽ ഞെട്ടിയോടുകൂടെയാണെങ്കിൽ കുറെ നിൽക്കുന്നത് പോലെ നെല്ലും അതുപോലുള്ളതൊക്കെ അതിന്റെ കതിരുകൾ തന്നെ സൂക്ഷിച്ചാൽ കുറെ കാലം കേടുകൂടാതെ നിൽക്കും. അങ്ങനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇല്ല കലീലം മിമ്മാ തൗക്കുലൂൻ, തിന്നാൻ ആവശ്യമുള്ള കുറച്ച് മാത്രം നിങ്ങൾ എടുക്കണം, ബാക്കി മുഴുവനും സൂക്ഷിക്കണം. സുമ്മ യഅതി മിൻ ബാദി ദാലിക സബൂൻ ശിദാദുൻ, പിന്നെ കഠിനമായ ദാരിദ്ര്യം പിടിപെടുന്ന 7 വർഷം വരും. യൗകുല്ലമാ ഖദ്ദംതും ലഹുന്ന ഇല്ലാ ഖലീലം മിമ്മാ തുഹ്സിനൂൻ, വിത്തിന് വേണ്ടി വെക്കുന്നത് ഒഴിച്ച് ബാക്കി മുഴുവനും ഈ 7 കൊല്ലം നിങ്ങൾക്ക് തിന്നാം. സുമ്മ യഅതി മിൻ ബാദി ദാലിക ആമുൻ, അത് കഴിഞ്ഞ് 15ാമത്തെ ഒരു കൊല്ലം വേറെ വരും. ഫീഹി യുഗാസുന്നാസു വഫീഹി യഅ്സുറൂൻ, അന്ന് ഇഷ്ടം പോലെ മഴ കിട്ടുകയും നല്ല സുഭിക്ഷമായി ആഹരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അല്ലാഹു ഒരുക്കി തരികയും ചെയ്യും എന്നതാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഇദ്ദേഹത്തെ തിരിച്ചയക്കുന്നു. അദ്ദേഹം അതാ സന്തോഷത്തോടെ ഓടിച്ചെന്നു. രാജാവിന്റെ സമീപത്ത് എല്ലാ ആളുകളും തടിച്ചുകൂടി നിൽക്കുകയാണ്. ഈ ദൂതൻ എന്താണ് പറയാൻ പോകുന്നത്? പ്രമുഖരായ സ്വപ്ന വ്യാഖ്യാതാക്കളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അതാർക്കും പറയാൻ കഴിയില്ല, അത് പഴുക്കിനാവാണ് എന്ന് പറഞ്ഞവരൊക്കെ കാതോർത്ത് നിൽക്കുമ്പോൾ ഈ ആള് ചെന്നിട്ടതാ യൂസുഫ് നബി സ്വലാം നൽകിയ വിശദീകരണം അവിടെ അങ്ങ് നൽകിയപ്പോൾ എല്ലാവർക്കും അത് വളരെ ഫിറ്റായി തോന്നി, അത്ഭുതപ്പെട്ടു. ആരാണ് അദ്ദേഹം? രാജാവ് അതാ പറയുന്നു, വഖാലൽ മലികു യഅ്തൂനി ബിഹി, രാജാവ് പറഞ്ഞു ഉടനെ നിങ്ങൾ പോയി ആ ജയിൽ പുള്ളിയെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരണം, യൂസുഫിനെ നിങ്ങൾ കൊട്ടാരത്തിലെത്തിക്കണം. ഇത് കേട്ടപാട് യൂസുഫ് അലൈഹിസ്സലാമിനെ സ്വീകരിക്കാൻ വേണ്ടി ദൂതന്മാരെ വിട്ടു. അവരതാ കൊട്ടാരത്തിൽ നിന്ന് ഓടുകയാണ് ജയിലിലേക്ക് യൂസുഫ് അലൈഹിസ്സലാമിനെ സ്വീകരിക്കാൻ. ഫലമ്മാ ജാഅഹുർ റസൂൽ, ദൂതനങ്ങ് കൊട്ടാരത്തിൽ നിന്നും വന്ന് ജയിലിലെത്തിയപ്പോൾ ഖാല ഇർജിഅ ഇലാ റബ്ബിക, നീ ഉടനെ തിരിച്ച് നിന്റെ രാജാവിന്റെ സമീപത്തേക്ക് തന്നെ തിരിച്ചു പോകുക. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വിളിച്ചപ്പോഴേക്ക് പോകാൻ തയ്യാറായില്ല. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ഞാൻ എങ്ങാനുമായിരുന്നു യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്ഥാനത്തെങ്കിൽ വന്ന് വിളിച്ചപ്പോഴേക്ക് ഞാൻ തിരിച്ചു പോകുമായിരുന്നു. കാരണം എത്രയാണ്? നീണ്ട 12 കൊല്ലം ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്ന യൂസുഫ് അലൈഹിസ്സലാം ഇനി നിങ്ങൾ പോന്നോളൂ, ജയിലിൽ നിന്ന് മോചിതനായിക്കോളൂ എന്ന് വിളിച്ചപ്പോൾ പോകാൻ കൂട്ടാക്കിയില്ലല്ലോ. യൂസുഫ് നബിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ വേറെ ഒന്നും ഇപ്പൊ ആലോചിക്കൂല, ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുകയുള്ളൂ. എന്റെ സഹോദരൻ വല്ലാത്ത ആള് തന്നെ എന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ ആയത്തോടിക്കൊണ്ട് നബി തങ്ങൾ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. എന്താണ് യൂസുഫ് നബി ദൂതനോട് പറഞ്ഞത്? ഇർജിഅ ഇലാ റബ്ബിക, നീ രാജാവിലേക്ക് തന്നെ മടങ്ങിപ്പോകുക. ഫസ്അൽഹു, എന്നിട്ട് നീ രാജാവിനോടൊന്ന് ചോദിക്കണം, മാ ബാലുൻ നിസ്വത്തില്ലാത്തി ഖത്തഅന ഐദിയഹുന്ന,
12 കൊല്ലങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ കയ്യ് മുറിച്ചുപോയ പെണ്ണുങ്ങളില്ലേ, എന്താണ് അവരുടെ സ്ഥിതി? അവരെ ഒന്ന് വിചാരണ നടത്തണം. ഞാൻ അവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ അവർക്ക് നേരെ എന്തെങ്കിലും വേണ്ടാത്തത് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? 12 കൊല്ലമായല്ലോ ഞാൻ ജയിലിൽ കിടക്കുന്നു. നേരത്തെ 5 കൊല്ലം മുമ്പ് 5 കൊല്ലം പൂർത്തിയാക്കി ഒരാളെ ജയിലിൽ നിന്ന് വിട്ടയച്ചത്. അയാളെ കേസ് വിചാരണക്കെടുത്ത് തീരുമാനം പറഞ്ഞതിന് ശേഷമല്ലേ ഞാൻ എന്തിന്റെ പേരിലാണ് ജയിലിൽ അടക്കപ്പെട്ടത്? ഇസ്ലാമിക സാഹിത്യ രംഗത്ത് വ്യക്തമായ കയ്യൊപ്പ് ചാർത്തി പ്രസാധന രംഗത്ത് മുന്നേറ്റത്തിന്റെ പുതിയ ചുവടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്. ഇസ്ലാമിക സംസ്കാരവും ചരിത്ര സ്മൃതിയും ഉറങ്ങിക്കിടക്കുന്ന മക്കയിലേക്ക് ബദർ ഉംറ ഗ്രൂപ്പ്. ബിസിനസ് രംഗത്ത് കാലിക കാഴ്ചപ്പാടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്, കോഴിക്കോട് 4. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക BadarPublications.com. ബന്ധപ്പെടുക സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ, ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ് അനെക്സ്, കോഴിക്കോട് 4. ഫോൺ 04952723 439 9249946233 9048128414. ഞങ്ങളുടെ ഓൺലൈൻ വിലാസം www.badar313.com.